നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം മരങ്ങളുടെ ഒരു യക്ഷിക്കഥ തുരങ്കത്തിലൂടെ നടക്കാനും ഒരു ആഗ്രഹം നടത്താനും അത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എല്ലാ വർഷവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു മാന്ത്രിക സ്ഥലമായ ഉക്രൈനിലെ ലവ് ടണൽ സന്ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. ശീതയുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു റെയിൽവേ ട്രാക്കിന് മുകളിൽ മരങ്ങൾ വളർന്ന് ഇടചേർന്നപ്പോൾ ആകസ്മികമായി സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിദത്ത അത്ഭുതമാണ് ലവ് ടണൽ. ഇന്ന് കുറച്ച് പ്രണയവും മാന്ത്രികതയും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്കും അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ഭാവനയുടെ ശക്തിയെയും വിലമതിക്കുന്ന ആർക്കും ഈ തുരങ്കം ജനപ്രിയ സ്ഥലമാണ്. ഉക്രൈനിലെ റിവ്നെ മേഖലയിലെ ക്ലവൻ ഗ്രാമത്തിന് സമീപം നിബിഡ വനത്തിലൂടെ കടന്നുപോകുന്ന 4 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ട്രാക്കാണ് പ്രണയ തുരങ്കം. ട്രാക്കിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾ വർഷങ്ങളായി വളർന്ന് ഇഴചേർന്ന് റെയിൽവേയെ മൂടുന്ന പ്രകൃതിദത്ത കമാനം രൂപപ്പെട്ടു. ഒരു ഫാന്റസി സിനിമയിൽ നിന്ന് പുറത്തായതുപോലെ തോന്നിക്കുന്ന അതിശയകരമായ ഒരു പച്ച ഇടനാഴിയാണ് ഫലം. പ്രണയ തുരങ്കത്തിന് ശീതയുദ്ധ കാലഘട്ടം മുതൽ അതിശയിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. പ്രാദേശിക പത്രപ്രവർത്തകൻ അല്ലാ സഡോവിനിക് പറയുന്നതനുസരിച്ച് 1940കളിൽ സൈനിക ആവശ്യങ്ങൾക്ക് നിർമ്മിച്ചതാണ് വനത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യ താവളത്തെ അടുത്തുള്ള ഫാക്ടറിയുമായി ബന്ധിപ്പിച്ച റെയിൽവേ. സൈനിക ഹാർഡ്വെയറിന്റെ ഗതാഗതം മറയ്ക്കാൻ ട്രാക്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഇത് സ്വാഭാവിക മറവ് സൃഷ്ടിച്ചു. കാലക്രമേണ ഫാക്ടറിയിൽ നിന്ന് പ്രധാന റെയിൽവേ ജംഗ്ഷനിലേക്ക് പ്ലൈവുഡ് കൊണ്ടുപോകുന്ന ഒരു ചരക്ക് തീവണ്ടിയുടെ പതിവ് കടന്നുകയറ്റത്തിന് അത് കാരണമായി. മരങ്ങൾ വളർന്ന തുരങ്കത്തിന് രൂപം നൽകി. ട്രെയിൻ ഇപ്പോഴും ദിവസത്തിൽ 2 തവണ ഓടുന്നു. തുരങ്കം വെട്ടുമാറ്റുകയും ശാഖകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ പ്രണയ തുരങ്കം എന്ന് വിളിക്കുന്നത്? തുരങ്കത്തിലൂടെ നടന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ദമ്പതികൾ അവരുടെ സ്നേഹം ആത്മാർത്ഥവും ശുദ്ധവും ഉള്ളിടത്തോളം കാലം അതിന് നിറവേറ്റുമെന്ന് പ്രാദേശിക ഐതിഹ്യത്തിൽ നിന്നാണ് പ്രണയ തുരങ്കത്തിന് അതിന്റെ റൊമാൻറ്റിക് പേര് ലഭിച്ചത്. ഈ തുരങ്കം പ്രകൃതി പ്രേമികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് വസന്തകാലത്തും വേനൽക്കാലത്തും മരങ്ങൾ സമൃദ്ധവും പച്ചയുമായിരിക്കുമ്പോൾ വിവാഹാലോചനയ്ക്കോ വാർഷികങ്ങൾ ആഘോഷിക്കുന്നതിനോ റൊമാൻറ്റിക് സ്ട്രോൾ ആസ്വദിക്കുന്നതിനോ നിരവധി ദമ്പതികൾ ഇവിടെ എത്തുന്നു. തുരങ്കത്തിനിടയിൽ ചുംബിക്കുന്നത് തങ്ങളുടെ പ്രണയത്തെ എന്നേക്കുമായി മുദ്രകുത്തുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ലവ് ടണൽ വർഷം മുഴുവനും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. ഓരോ സീസണിലും വ്യത്യസ്തമായ ചാം പ്രദാനം ചെയ്യുന്നു. ശരത്കാലത്തിൽ തുരങ്കം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ ഇലകളുടെ വർണ്ണാഭമായ മൊസൈക്കായി മാറുന്നു. മഞ്ഞുകാലത്ത് മഞ്ഞുമൂടിയ മരങ്ങൾ സ്വപ്നതുല്യമായ വെളുത്ത അത്ഭുത ലോകം സൃഷ്ടിക്കുന്നു. രാവിലെയോ വൈകുന്നേരമോ സൂര്യരശ്മികൾ ശാഖകളിലൂടെ നോക്കുകയും ഒരു മാന്ത്രിക പ്രകാശപ്രഭാവം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ തുരങ്കം വളരെ മനോഹരമാണ്. നിങ്ങളൊരു യക്ഷി കഥയിലാണെന്ന് തോന്നിപ്പിക്കുന്ന സവിശേഷവും ആകർഷകവുമായ സ്ഥലമാണ് ലവ് ടണൽ. പ്രണയവും മാന്ത്രികതയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് മാത്രമല്ല, പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ഭാവനയുടെ ശക്തിയെയും വിലമതിക്കുന്ന ഏതൊരാൾക്കും പറ്റിയ സ്ഥലമാണിത്. മനുഷ്യനും പ്രകൃതിക്കും എങ്ങനെ സഹവർത്തിത്വവും അത്ഭുതകരവും സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് പ്രണയ തുരങ്കം. കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ SR&Me എന്ന നമ്മുടെ ചാനൽ സന്ദർശിക്കുക. പിന്നെ ആ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ.